ശ്രീ സി കെ സുബൈർ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവരുടെ നേരത്തെ ചില പോസ്റ്റുകളിലൊക്കെ കണ്ട പോലെ നൂറ്റാണ്ടിലെ ഏറ്റവും അന്തസ്സാർന്ന ജയമാണ്. ഇപ്പോൾ ഷാജിയും ഫിറോസും അഷ്റഫ് അലിയും ഫൈസൽ ബാബുവും തെഹ്ലിയയും നവാസും ഒക്കെ ഒരുമിച്ച് സഭയിൽ ഉണ്ടാകുന്ന ഒരു കാലം, അവരൊക്കെ ഒരുമിച്ച് MLA-മാരായിരിക്കുന്ന ഒരു കാലം, അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ ഒരു നേട്ടമാണ്, എത്രത്തോളം അഭിമാനമുള്ള ഒരു സമയമാണ്? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിലെ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയൊരു സ്ട്രൈക്കാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു മുന്നേറ്റം, ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് 22 സീറ്റ് എന്ന് പറയുന്നത് ലീഗിൻ്റെ ചരിത്രത്തിൽ. രണ്ടാമത്, ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ബംഗാളിലും അസാമിലും ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്ന ഒരു റിസൾട്ട് കൂടി കാണുമ്പോൾ കേരളത്തിൻ്റെ ഒരു മാതൃകയുണ്ട്. ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുകയും രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കൂടെ നിൽക്കുന്നവരെ വിജയിപ്പിക്കുകയും സ്വന്തം വിജയത്തിന് വേണ്ടി മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു മഹത്തായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനുള്ള വലിയൊരു പിന്തുണയാണ് നമ്മൾ ഈ കാണുന്നത്. മറ്റൊന്ന്, ഇടതുപക്ഷം കൂടി നമുക്ക് സംഭാവന ചെയ്ത വിജയമാണ്. നമ്മുടെ മാത്രം വിജയമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം ബിനീഷ് കോടിയേരി പറഞ്ഞതാണെങ്കിലും നേരത്തെ EP ജയരാജൻ്റെ മകൻ പറഞ്ഞൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ മതവിശ്വാസികൾക്കിടയിലുള്ള തരത്തിലുള്ള അന്ധവിശ്വാസം, ആ മതനിരാസത്തിൻ്റെ കൂടി പാർട്ടിയായിട്ടുള്ള CPM കേന്ദ്രീകൃതം, ഒരു വ്യക്തിയെ മുന്നോട്ട് വെച്ചാൽ അയാളെ ഭയപ്പെട്ട് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അയാളെ വലിയ രീതിയിൽ പിന്തുണച്ച് വോട്ട് ചെയ്യും എന്ന ഒരു പ്രയോഗം ഒരു തലത്തിൽ ഏറ്റവും വലിയ വിനയായിട്ടാണ് CPIന് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ തരത്തിലുള്ള PR വർക്കിന് ജനം കൊടുത്തിരിക്കുന്ന ഒരു ഭീകരമായൊരു മറുപടി കൂടിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തിരുത്തൽ ആവശ്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, UDF ജയിച്ചു, 102 സീറ്റിൽ വിജയിച്ചു, ഞങ്ങൾ ഗംഭീരമായി അർത്ഥത്തിൽ ജനപിന്തുണ നേടി ഭരണമെന്ന വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിൽ ഒരു ബംഗാൾ ഉണ്ടാവരുത്, ഒരു ആസാം ഉണ്ടാവരുത്. കേരളത്തിൻ്റെ ഒരു ചിത്രം ഇടതിൻ്റെയും വലതിൻ്റെയും പാരസ്പര്യത്തിലൂടെയുള്ള ഗൗരവമുള്ള രാഷ്ട്രീയം മുന്നോട്ട് പോകണമെന്നാണ് മുമ്പോട്ട് വെക്കാനുള്ളത്. അതാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് തിരിച്ചടികൾ നേരിട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചടികൾ എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ പാഠങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുവാൻ ഇതിൻ്റെ അകത്തുനിന്നുള്ള വിമർശനങ്ങൾ, പ്രശ്നങ്ങൾ, പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ, ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അകത്ത് പോലും നിങ്ങൾക്കത് വിസ്മയങ്ങൾ കാണാൻ കഴിയും. നിങ്ങളീ പറഞ്ഞതുപോലെ അത് തന്നെയാണ് മുസ്ലിം ലീഗിന് ഇത്ര നല്ലൊരു വിജയം ഉണ്ടാക്കി. ഇതിലും കുറച്ചുകൂടി മെച്ചപ്പെടാമായിരുന്നു എന്നാണ് റിസൾട്ട് കാണുന്നത്.